What's up guys, FING Tech. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണം പ്രമാണിച്ച് നമ്മൾ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്താൻ പോവുകയാണ് ഷവോമിയുടെ മീ UI-ൽ. അതായത് നമുക്കറിയാം ചൈനീസ് ആപ്ലിക്കേഷൻസൊക്കെ ബാൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബ്ലോട്ട്വെയർസിനെ പറ്റിയിട്ട് പല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ബ്ലോട്ട്വെയർസിനെയൊക്കെ നമ്മൾ കുറേ എതിർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഷവോമി ഇതുവരെ അതിനൊരു ട്വീറ്റായിട്ടൊരു റെസ്പോൺസോ അല്ലെങ്കിൽ യാതൊരു രീതിയിലും ഒരു റെസ്പോൺസ് തരികയുണ്ടായില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് അതിന് എടുക്കാൻ സാധിക്കും. താങ്ക്സ് ടു ഡെവലപ്പേഴ്സ്. പല ആൾക്കാരും പല കാര്യങ്ങളും നമുക്ക് ടൂൾസ് ഓഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ റൂട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ, നമ്മുടെ ഡിവൈസിൻ്റെ ബൂട്ട് ലോഡറും കാര്യങ്ങളോ ഒന്നും അൺലോക്ക് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഈ സിസ്റ്റം ആപ്ലിക്കേഷൻസായ ഫോർ എക്സാമ്പിൾ ബ്രൗസർ, ഷവോമിയുടെ ബ്രൗസർ, മീയുടെ മ്യൂസിക്, അതുപോലെ തന്നെ മീ വീഡിയോ, ഈ അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻസൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം. എന്തിനിത് റിമൂവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അനോയിങ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ പർട്ടിക്കുലർ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു ലാപ്ടോപ്പ് ആവശ്യമാണ്, അതുപോലെ തന്നെ 2 ഫയൽസും ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇത്ര ടെക്കി ആയിട്ടുള്ളൊരു ആളായിരിക്കണം എന്നില്ല. ഒരു പക്ഷേ റൂട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത വ്യക്തിയായിരിക്കും. അപ്പോൾ ലാപ്ടോപ്പുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്ന പോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. സോ ആദ്യം നമുക്ക് ആ വീഡിയോ പ്രോസസ്സിലേക്ക് കടക്കാം, എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റിങ്സിൽ പോവുക, അതിനുശേഷം ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ അബൌട്ട് ഫോൺ, ദെൻ കം ടു ദി മീ UI വെർഷൻ. ഞാൻ ഓൾറെഡി ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മീ UI വെർഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ നോ നീഡ്, യു ആർ ഓൾറെഡി എ ഡെവലപ്പർ. അപ്പോൾ മീ UI വെർഷനിൽ ടാപ്പ് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്തിടാം. അതിനുശേഷം നേരെ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസിൽ പോയിട്ട് 1-2 കാര്യം ചെയ്യണം. അപ്പോൾ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻസിൽ വന്നിട്ട് USB Debugging എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, അത് നമുക്ക് എനേബിൾ ചെയ്തിടണം. ഓക്കെ, അപ്പോൾ USB Debugging നമ്മൾ എനേബിൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഇങ്ങനൊരു ഇമ്പോർട്ടൻറ്റ് വാർണിംഗ് ചോദിക്കും, എന്നിട്ട് നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഒരു ഡെവലപ്പറായിട്ട് നമുക്ക് നമ്മുടെ ഡിവൈസിലെ ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ USB Debugging നമ്മൾ എനേബിൾ ചെയ്തു. അപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ വാർണിങ്ങും കാര്യങ്ങളും ചോദിക്കും. 5 സെക്കൻഡ് നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമുക്ക് ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യണം. സോ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, ലാപ്ടോപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽസ് ഒന്നാണ് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് അഥവാ JDK 14.0.2. അതിനുശേഷം ഷവോമിയുടെ ADB Fastboot Tool. 2 ഫയലിനെയും കൂടെ സൈസ് കമ്പൈൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 200 MB അല്ലെങ്കിൽ 200 MB ഫയൽ സൈസ് വരും. അപ്പോൾ ഈ 2 പർട്ടിക്കുലർ കമ്പോണൻസ് അല്ലെങ്കിൽ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം JDK ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ ഷവോമിയുടെ ADB എന്ന് പറയുന്ന ടൂൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ADB ഓപ്പൺ ആയി. നമുക്ക് നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യാം ലാപ്ടോപ്പിലേക്ക്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈസ് ചെക്ക് ചെയ്യുകയാണ്. ലെറ്റ്സ് ഗോ ഫുൾ സ്ക്രീൻ. അപ്പോൾ ഡിവൈസ് കണക്റ്റഡ് ഇൻ ADB മോഡ്. ഇവിടെ കാണാൻ സാധിക്കും നിരവധി ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൺഇൻസ്റ്റാളർ ഉണ്ട്, റീഇൻസ്റ്റാളർ ഉണ്ട്, ഡിസേബിളർ ആൻഡ് എനേബിളർ ഉണ്ട്. അപ്പോൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഒരു ക്വിക്ക് റിമൈൻഡർ, യാതൊരു കാരണവശാലും നമ്മുടെ ഈ സെക്യൂരിറ്റി ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അത് തന്നെയുമല്ല, നിങ്ങൾക്ക് ധാരണയില്ലാത്തൊരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു ആപ്ലിക്കേഷൻ യാതൊരു കാരണവശാലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. അത് ഒരു സീരിയസ് ഇഷ്യൂയിലേക്ക് പോകും, റോം ക്രാഷ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ MI ഫയൽ മാനേജർ ബ്രൗസർ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. സോ അൺഇൻസ്റ്റാൾ, യെസ്. സോ ഇവിടെ എൻ്റെ ഡിവൈസിൻ്റെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും പർട്ടിക്കുലർ ബ്രൗസർ അൺഇൻസ്റ്റാൾ ആയി പോയിട്ടുണ്ട്.
ദാറ്റ്സ് ഓൾ ഗൈസ്. ഇങ്ങനെ ആണ് നമുക്ക് നമ്മുടെ ഡിവൈസിൽ ക്ലീനിങ് പ്രോസസ്സ് നടത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ആലോചിച്ച് മനസ്സിൽ വെച്ചേക്കുക. അതായത് നിങ്ങൾ ഈ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒരു ഈ ആപ്ലിക്കേഷൻസൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു അല്ലെങ്കിൽ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു, നിങ്ങളുടെ MIUI അപ്ഡേറ്റ് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻസ് വീണ്ടും തിരിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വേറൊരു കാര്യം കൂടി, ഒരു കാരണവശാലും സെക്യൂരിറ്റി ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യരുത്. അതൊരു ബൂട്ട് ലൂപ്പിലേക്ക് പോകും നമ്മുടെ ഡിവൈസ് റീബൂട്ട് ചെയ്യുമ്പോൾ. സോ ബി കെയർഫുൾ ഓഫ് ദാറ്റ്. ദാറ്റ്സ് ഓൾ ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് സീരിയസ്ലി ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ബ്ലോട്ട്വെയർസ് ഒക്കെ റിമൂവ് ചെയ്യണം. സീരിയസ് പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. That's all guys. Once again, happy Onam. Take care. Goodbye. See you.